ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പരസ്പരം ഉള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ പരസ്പര വിശ്വാസം എന്നും നിലനിൽക്കാൻ ഉമ്മ വെക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് മദർ ടു ബേബീസ് കിസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ബോണ്ടിങ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉമ്മ വെക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതേപോലെ ഡെയിലി ലൈഫിൽ ഉമ്മ വെക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. അതായത് പരസ്പര സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം, നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ്, ഇതൊക്കെ കൂട്ടാനും നിങ്ങൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കിസ്സിങ്ങിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഉമ്മ വെക്കുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയുകയും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമൊക്കെ കൂടുകയും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു വിശ്വാസം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ലവ് ഹോർമോണാണ്. അതായത് ഓക്സിറ്റോസിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓക്സിറ്റോസിൻ ലെവൽ, അതിനെയാണ് ഈ ലവ് ഹോർമോൺ എന്ന് പറയുന്നത്. അത് കൂട്ടാനും നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് അത് സ്ട്രെങ്തൻ ചെയ്യാനും ഒരു ഉമ്മ വെക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കലോറീസ് ബേൺ ചെയ്യും. അതായത് ഒരു ഉമ്മ വെക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഒക്കെ ഉമ്മ വെക്കുമ്പോൾ നിങ്ങളുടെ കലോറീസ് ബേൺ ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് ഉമ്മ വെക്കുന്നതിലൂടെ ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സ്ട്രെസ് ഹോർമോൺ റിഡക്ഷനാണ്. അതായത് നിങ്ങളിപ്പോൾ ആകെ സ്ട്രെസ്സൊക്കെ അടിച്ച്, അതായത് ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ വർക്കോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ട് ആകെ സ്ട്രെസ്സ് പിടിച്ച് നിങ്ങൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഒക്കെ ഒരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ കുറയും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ ആ ലെവലൊക്കെ നല്ല രീതിയിൽ കുറയാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ വെക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബൂസ്റ്റ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് ഉമ്മ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നിങ്ങളുടെ പ്രതിരോധന ശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒട്ടും പ്രതിരോധശേഷി ഒന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഒക്കെ ഒരു ഉമ്മ കൊടുത്താൽ മതി. ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇമോഷനാണ്. അതായത് നമുക്ക് പല ആൾക്കും നമ്മുടെ ഉള്ളിൽ വേറൊരു വ്യക്തിയോട് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ അതെങ്ങനെയാണ് തുറന്ന് പറയണ്ടേ അല്ലെങ്കിൽ അതെങ്ങനെ പ്രകടിപ്പിക്കും എന്ന് അറിയാൻ അല്ലെങ്കിൽ അറിയാതെ നടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പോയിൻ്റ്. ആരെയാണോ നിങ്ങൾക്കിഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ സ്നേഹത്തിൽ ഒരു ഉമ്മ കൊടുക്കുക. ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നതിലൂടെ നിങ്ങൾ പറയാത്ത സ്നേഹം, അതായത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ആ ഒരു സ്നേഹം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പറയാതെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള ഒരു വഴിയാണ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ ഒരു ഉമ്മ. ഇതാണ് നമ്മുടെ ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏഴാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബ്ലഡ് ഫ്ലോയാണ്. അതായത് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് ഉമ്മ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി ബ്ലഡ് ഫ്ലോ കുറവാണ് എന്നൊക്കെ വിചാരിച്ച് ആരും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് പോയിട്ടൊരു ഉമ്മ കൊടുത്താൽ മതി.
ഇതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബോണ്ടിങ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് സ്നേഹത്തിൽ അവർക്ക് പോയിട്ട് അവരുടെ നെറ്റിയിലോ അല്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ കവിളിലോ ഒക്കെ ഒരു ഉമ്മ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പഴയ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അടിയൊക്കെ കൂടി അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ടാക്കി പിണങ്ങിയിരിക്കുകയാണ്. ആ ഒരു പിണക്കം മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു ഉമ്മയിലൂടെ സാധിക്കും. അതായത് ആരും പോയി സോറി എന്ന് പറയേണ്ട. ഇപ്പോൾ സോറിയൊക്കെ പറയാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് അവർക്ക് ഒരു ഉമ്മ കൊടുത്താൽ മതി. നിങ്ങളുടെ പിണക്കവും തീരും, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂട്ടാനും ഒക്കെ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ 8ാമത്തെ കാര്യം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളിപ്പോൾ ഉമ്മയൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പെർമിഷൻ എന്താണെങ്കിലും വാങ്ങിയിരിക്കണം. അല്ലാതെ ആദ്യമായിട്ടൊരു കുട്ടീനെ കണ്ടു എന്നും പറഞ്ഞിട്ട് ആ ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ടു ഓടി ചെന്നിട്ടൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ഒക്കെ എന്താണോ അതൊക്കെ നിങ്ങൾ തന്നെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ആരും ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആർക്കും ഉമ്മയൊന്നും കൊടുക്കാൻ വേണ്ടി പോയേക്കരുത്. ഇപ്പോൾ ഹസ്ബൻഡ് ടു വൈഫൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്നിരുന്നാലും പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരും ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആരുടെയും ശരീരത്തിൽ തൊടാൻ നിൽക്കണ്ട. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കോൺസിക്വൻസ് ഒക്കെ എന്താണോ അതൊക്കെ നിങ്ങൾ വേണം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി അടിപൊളി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.